എല്ലാവർക്കും നമസ്കാരം. ലൈഫ് ടോക്സ് ബൈ AJയുടെ ലെറ്റ്സ് ലേൺ ടു സ്പീക്ക് മറാഠി എന്ന പരമ്പരയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നമ്മൾ ഒരു റിക്വസ്റ്റഡ് വീഡിയോ ആണ് ചെയ്യാൻ പോകുന്നത്. ഹോസ്പിറ്റൽ കോൺവെർസേഷൻ അല്ലെങ്കിൽ ഡോക്ടർ പേഷ്യൻ്റ് കോൺവെർസേഷനെ കുറിച്ചിട്ടുള്ള വീഡിയോ ആണ് ഇത്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഒരുപാട് പുതിയ വാക്കുകളും പ്രയോഗങ്ങളും പഠിക്കും. അതുകൊണ്ട് വീഡിയോ ശ്രദ്ധിച്ച് കേൾക്കണേ. ഒരു പേഷ്യൻ്റ് ജലദോഷവും പനിയായിട്ട് ഡോക്ടറെ കാണാൻ വന്നിരിക്കുകയാണെന്ന് വിചാരിക്കൂ. ഡോക്ടറുടെ ക്യാബിനിൽ അകത്തേക്ക് കടക്കാൻ നേരത്തെ ഡോക്ടർ എന്താ പറയുക? വരൂ, ഇരിക്കൂ, എന്ത് പറ്റി എന്നൊക്കെ ചോദിക്കും അല്ലേ? ഇത് മറാഠിയിൽ എങ്ങനെ പറയാം? യാ ബസ. യാ പറഞ്ഞാൽ വരൂ, ബസ പറഞ്ഞാൽ ഇരിക്കൂ എന്നാണ് അർത്ഥം. അപ്പോൾ ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കണം. ഈ യാ ബസ എന്നിങ്ങനെയുള്ള ആക്ഷൻ വേർഡ്സിന് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് വേറൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അത് കണ്ടിട്ടില്ലെങ്കിൽ അത് പോയി ആദ്യം കാണുക. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് ഈ വേർഡ്സിൻ്റെയൊക്കെ റൂട്ട് വേർഡ്സ് എന്താണെന്നും അതെങ്ങനെ യൂസ് ചെയ്യണം എന്നതിനെ കുറിച്ചൊരു ധാരണ കിട്ടും. ഓക്കെ, ഇനി നമുക്ക് ഈ വീഡിയോയിലേക്ക് വരാം. യാ എന്ന് പറഞ്ഞാൽ ഇവിടെ യാ ബസ എന്നുള്ളതൊക്കെ ഒരു റെസ്പെക്റ്റോട് കൂടി പറയുമ്പോഴാണ് ഇങ്ങനെ പറയാം. യേ എന്ന് പറഞ്ഞാൽ വാ എന്നാണ് അർത്ഥം. ബസ് എന്ന് പറഞ്ഞാൽ ഇരിക്കുക എന്നാണ് അർത്ഥം. പക്ഷേ നമുക്ക് പരിചയമില്ലാത്ത ഒരാളെ പെട്ടെന്ന് കയറി വാ ഇരിക്കേ എന്നൊന്നും നമ്മൾ പറയില്ല അല്ലേ? വരൂ, ഇരിക്കൂ എന്നൊക്കെയല്ലേ പറയാം. അപ്പം മറാഠിയിലും അങ്ങനെ തന്നെയാണ് യൂസേജ്. യാ വരൂ, ബസ ഇരിക്കൂ. ഇനി എന്ത് പറ്റി എന്ന് ചോദിക്കാൻ കായ് ജാലേ എന്ന് ചോദിക്കാം, അല്ലെങ്കിൽ കായ് ഹോത്ത് ആഹേ എന്നും പറയാം. കായ് എന്ന് പറഞ്ഞാൽ എന്ത്, ജാലേ എന്ന് പറഞ്ഞാൽ പറ്റി. കായ് ജാലേ എന്തു പറ്റി, കായ് ഹോത്ത് ആഹേ എന്താണ് നിങ്ങൾക്ക് ഇപ്പോൾ പറ്റിയിരിക്കുന്നത് അല്ലെങ്കിൽ എന്താണ് സംഭവിക്കുന്നത്. ഹോത്ത് ആഹേ എന്നതിൻ്റെ ലിറ്ററൽ മീനിങ് എന്താണെന്ന് പറഞ്ഞാൽ സംഭവിക്കുന്നത് എന്നാണ് അർത്ഥം. അപ്പോൾ കായ് ഹോത്ത് ആഹേ എന്താണ് സംഭവിക്കുന്നത്, അല്ലെങ്കിൽ വാട്ട് ഈസ് ഹാപ്പനിങ് ടു യു എന്ന് നമ്മൾ ഇംഗ്ലീഷിൽ പറയില്ലേ, എന്ത് പറ്റി നിങ്ങൾക്ക് എന്ന് ചോദിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു യൂസേജാണത്. ഓക്കെ, അപ്പോൾ ഡോക്ടർ പറയും യാ ബസ കായ് ഹോത്ത് ആഹേ അല്ലെങ്കിൽ കായ് ജാലേ വരൂ, ഇരിക്കൂ, എന്ത് പറ്റി. അപ്പോൾ പേഷ്യൻ്റ് പറയാണ് സർദി ആണി താപ്പ് ആഹേ. എന്താണ് സർദി എന്ന് പറഞ്ഞാൽ ജലദോഷം, താപ്പ് എന്ന് പറഞ്ഞാൽ പനി. ആണി എന്ന വാക്ക് ആൻഡ് എന്നുള്ളതിൻ്റെ വേറെ മറാഠി വാക്കാണ് ആണി. ആൻഡ് എന്ന് നമ്മൾ ഇംഗ്ലീഷിൽ പറയില്ലേ, ഇതും അതും എന്ന് നമ്മൾ പറയാൻ വേണ്ടി ഉപയോഗിക്കുന്ന ആൻഡ് എന്നർത്ഥം വരുന്ന വാക്കാണ് ആണി. ആഹേ എന്നത് നമുക്കറിയാം, ആണ് എന്ന് സൂചിപ്പിക്കാൻ ഉപയോഗിക്കുന്ന വാക്കാണ് ആഹേ. ഓക്കെ, ഇതിനെ പറ്റിയിട്ടും ഒരു വീഡിയോ ഞാൻ നേരത്തെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ പേഷ്യൻ്റ് പറയാണ് സർദി ആണി താപ്പ് ആഹേ. സർദി ജലദോഷം, ആണി സർദിയും ജലദോഷവും, താപ്പ് പനിയും, ആഹേ ആണ്. അധൂൻ മധൂൻ ഖോക്കത്ത് ആഹേ എന്ന് പറഞ്ഞാൽ അധൂൻ മധൂൻ മലയാളത്തിൽ ഇതിന് ഇടയ്ക്കും തിടയ്ക്കും, ഇടയ്ക്കിടയ്ക്കൊക്കെ എന്നൊക്കെ ഉള്ള അർത്ഥം വരുന്ന വാക്കാണ് അധൂൻ മധൂൻ, ഇടയ്ക്കൊക്കെ. ഖോക്കത്ത് ആഹേ ചുമയ്ക്കുന്നുണ്ട്. ചുമ എന്നതിന് ഖോക്കിള എന്നാണ് പറയുക. ഖോക്കത്ത് ആഹേ എന്നത് ഒരു ചുമയ്ക്കുന്നുണ്ട് എന്ന് സൂചിപ്പിക്കാൻ വേണ്ടി പറയുന്ന വാക്കാണ് ഖോക്കത്ത് ആഹേ, ചുമയ്ക്കുന്നുണ്ട്. അപ്പോൾ പേഷ്യൻ്റ് പറയാണ് സർദി ആണി താപ്പ് ആഹേ, ജലദോഷവും പനിയുമുണ്ട്. അധൂൻ മധൂൻ ഖോക്കത്ത് ആഹേ, ഇടയ്ക്കിടയ്ക്ക് അല്ലെങ്കിൽ ഇടയ്ക്കും തിടയ്ക്കും ചുമയ്ക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഡോക്ടർ ചോദിക്കുകയാണ് കധി പാസൂൻ, എപ്പോൾ മുതൽ. കധി എപ്പോൾ, പാസൂൻ മുതൽ. കധി പാസൂൻ എപ്പോൾ മുതൽ. അപ്പോൾ പേഷ്യൻ്റ് എന്താ പറയണത്? കാൽ സന്ധ്യാക്കാൾ പാസൂൻ, ഇന്നലെ വൈകുന്നേരം മുതൽ. കാൽ ഇന്നലെ, സന്ധ്യാക്കാൾ വൈകിട്ട്, പാസൂൻ മുതൽ. എപ്പോൾ മുതലാണ് തുടങ്ങിയത്? കാൽ സന്ധ്യാക്കാൾ പാസൂൻ, ഇന്നലെ വൈകുന്നേരം മുതൽ. അപ്പോൾ ഡോക്ടർ പറയാണ് ബർ തിക്കടെ സോപ്പ. ബർ എന്ന് പറഞ്ഞാൽ ഓക്കെ, തിക്കടെ അവിടെ, സോപ്പ കിടക്കൂ. സോപ്പണേ കിടക്കുക എന്നതിൻ്റെ മൂൽ ശബ്ദമാണത് സോപ്പണേ. സോപ്പ എന്ന് പറഞ്ഞാൽ വീണ്ടും സോപ്പ് എന്ന് പറഞ്ഞാൽ കിടക്ക് എന്നാണ് അർത്ഥം. പക്ഷേ റെസ്പെക്റ്റോട് കൂടിയാണ് പറയുന്നത്. ഒരു സ്ട്രേഞ്ചറോട് പറയാൻ നേരത്ത് കിടക്ക് എന്ന് നമ്മൾ സാധാരണ പറയില്ല, കിടക്കൂ എന്ന് ഒരു റെസ്പെക്റ്റിൽ കൂടി പറയുമ്പോൾ സോപ്പ. ബർ തിക്കടെ സോപ്പ, ഓക്കെ അവിടെ കിടക്കൂ. എക്സാമിനേഷൻ ടേബിളിൽ കിടക്കാൻ പറയാണ് ചെക്കപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഡോക്ടർ എക്സാമിനേഷൻ തുടങ്ങുകയാണ്. ഡോക്ടർ പറയാണ്
ഡോളെ ബഘു, ഡോളെ എന്ന് പറഞ്ഞാൽ കണ്ണുകൾ എന്നാണ് അർത്ഥം. ഡോള കണ്ണ്, ഡോളെ കണ്ണുകൾ. ബഘു നോക്കട്ടെ, കാണട്ടെ എന്നൊക്കെയാണ് അർത്ഥം. കണ്ണുകൾ കാണട്ടെ, കണ്ണുകൾ നോക്കട്ടെ. ജീഭ് ദാഖ്വ, ജീഭ് എന്ന് പറഞ്ഞാൽ നാക്ക്. ദാഖ്വ എന്ന് പറഞ്ഞാൽ കാണിക്കൂ എന്നാണ് അർത്ഥം. നാക്ക് കാണിക്കൂ. ആ കര, ആ എന്ന് ചെയ്യൂ എന്നാണ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ വായ തുറക്കൂ എന്നാണ് അർത്ഥം. ആ കര, കര എന്ന് പറഞ്ഞാൽ ചെയ്യൂ. കർണേ ചെയ്യുക, കര ചെയ്യൂ. ആ കര. ഘസ ബഘു, ഘസ എന്ന് പറഞ്ഞാൽ തൊണ്ട. ബഘു നോക്കട്ടെ, കാണട്ടെ എന്നൊക്കെയാണ് അർത്ഥം. അപ്പോൾ ഡോളെ ബഘു കണ്ണുകൾ കാണട്ടെ, കണ്ണുകൾ നോക്കട്ടെ. ജീഭ് ദാഖ്വ നാക്ക് കാണിക്കൂ. ആ കര, ആ എന്ന് ചെയ്യൂ, വായ തുറക്കൂ. ഘസ ബഘു തൊണ്ട നോക്കട്ടെ, തൊണ്ട കാണട്ടെ. ഇതൊക്കെയാണ് ഇതിൻ്റെ അർത്ഥം. ഓക്കെ, എക്സാമിനേഷൻ കഴിഞ്ഞിട്ടില്ല കേട്ടോ. ഇനി അടുത്തത് ഡോക്ടർ പേഷ്യൻറ്റിനോട് പറയാണ്, ലാംബ് ശ്വാസ് ഘ്യ. ലാംബ് ശ്വാസ് ഘ്യ എന്ന് പറഞ്ഞാൽ ദീർഘശ്വാസം എടുക്കൂ. ലോങ് ഡീപ്പ് ബ്രെത്ത് എടുക്കൂ എന്നാണ് ഡോക്ടർ പറയുന്നത്. ലാംബ് എന്ന് പറഞ്ഞാൽ ലോങ്, ഡീപ്പ് എന്നാണ് അർത്ഥം. ശ്വാസ് ശ്വാസം, ഘ്യ എടുക്കൂ. അത് കഴിഞ്ഞിട്ടോ സോഡ, ഡീപ്പ് ബ്രെത്ത് എടുത്തു കഴിഞ്ഞിട്ട് വിടൂ, സോഡ വിടൂ. പുനഃ ഘ്യ സോഡ, പുനഃ പറഞ്ഞാൽ വീണ്ടും, ഘ്യ എടുക്കൂ, വീണ്ടും ഡീപ്പ് ബ്രെത്ത് എടുക്കൂ, സോഡ വിടൂ. മനസ്സിലായില്ലേ? ലാംബ് ശ്വാസ് ഘ്യ, ഡീപ്പ് ബ്രെത്ത് എടുക്കൂ, സോഡ വിടൂ. പുനഃ ഘ്യ, പുനഃ വീണ്ടും, വീണ്ടും എടുക്കൂ, സോഡ വിടൂ. ഇനി എന്താ ചെക്ക് ചെയ്യാൻ പോണത്? ഡോക്ടർ പറയാണ് നാഡി ബഘു. കൈയെടുത്ത് കൈ പിടിച്ചിട്ട് ഡോക്ടർ പറയാണ് നാഡി ബഘു, പൾസ് നോക്കട്ടെ. നാഡി മലയാളത്തിലും നാഡി എന്ന് തന്നെയാണ് പറയുക. പൾസ് നോക്കട്ടെ, ബഘു നോക്കട്ടെ. ഇനി ബി പി തപാസ്തോ അല്ലെങ്കിൽ ചെക്ക് കർത്തോ. ഇപ്പം എല്ലാം അങ്ങനെ കറക്റ്റായിട്ട് നമ്മൾ മലയാളത്തിലായാലും എക്സാക്റ്റ് എല്ലായിടത്തും മലയാളം വേർഡ്സ് ഉപയോഗിക്കുന്നില്ലല്ലോ. ചിലപ്പോൾ ഇംഗ്ലീഷ് വേർഡ്സ് വളരെ കോമൺ ആയിട്ട് ഉപയോഗിക്കും. അതുപോലെ തന്നെ ഡോക്ടറും ബി പി ചെക്ക് കർത്തോ എന്ന് പറയാം. എന്ന് പറഞ്ഞാൽ ബി പി ചെക്ക് ചെയ്യുകയാണ് ഞാൻ, കർത്തോ ചെയ്യുകയാണ്. ഒരു ആൺ ഡോക്ടറാണെങ്കിൽ കർത്തോ എന്ന് പറയും, പെൺ ഡോക്ടറാണെങ്കിൽ കർത്തേ എന്ന് പറയും. ഓക്കെ, ബി പി ചെക്ക് കർത്തോ. ഇനി ചെക്ക് കർത്തോ എന്നതിന് കറക്റ്റ് മറാഠി വേർഡ് അറിയണമെങ്കിൽ തപാസ്തോ എന്നാണ് അർത്ഥം. തപാസ്നെ എന്ന് പറഞ്ഞാൽ ചെക്ക് ചെയ്യുക എന്നാണ് അർത്ഥം. തപാസ്തോ എന്ന് പറഞ്ഞാൽ ചെക്ക് ചെയ്യുകയാണ്. ഞാൻ ബി പി ചെക്ക് ചെയ്യുകയാണ് എന്നാണ് ഡോക്ടർ ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ പേഷ്യൻറ്റിന് ഡൗട്ട്, എന്തായിരിക്കും പനി വരാൻ കാരണം? അതെങ്ങനെ ചോദിക്കാം? കശാമുളെ താപ് ആല അസേൽ. കശാമുളെ എന്തുകൊണ്ട്, കശാമുളെ എന്തുകൊണ്ട്, താപ് പനി, ആല അസേൽ വന്നിട്ടുണ്ടായിരിക്കും. കശാമുളെ താപ് ആല അസേൽ എന്തുകൊണ്ടായിരിക്കും പനി വന്നത്, അല്ലെങ്കിൽ എന്താണ് പനി വരാൻ കാരണം എന്നതിനാണ് കശാമുളെ താപ് ആല അസേൽ. അപ്പോൾ ഡോക്ടർ പറയുകയാണ് ചെക്കിംഗ് ഒക്കെ ചെയ്ത് കഴിഞ്ഞിട്ട്, കാഹി വിശേഷ് നാഹി, പ്രത്യേകിച്ച് ഒന്നുമില്ല. ഹവ ബദ്ലത്താഹേ, ക്ലൈമറ്റ് ചേഞ്ച് ആവുകയാണ്. ത്യാമുളെ അസാവ, അതുകൊണ്ടായിരിക്കും. ഓക്കെ, കാഹി വിശേഷ് നാഹി, വിശേഷ് പ്രത്യേകിച്ച്, കാഹി ഒന്നും, നാഹി ഇല്ല. കാഹി വിശേഷ് നാഹി പ്രത്യേകിച്ച് ഒന്നുമില്ല. ഹവ ബദ്ലത്ത് ആഹേ, ബദലിനെ ചേഞ്ച് ആവുക എന്നാണ് അർത്ഥം. ഹവ എന്ന് പറഞ്ഞാൽ കാറ്റ് എന്നാണ് അർത്ഥം. പക്ഷേ ഇവിടെ ഈ യൂസേജിൽ ക്ലൈമറ്റ് എന്നാണ് അർത്ഥം വരിക. ഹവ എന്നതിൻ്റെ ലിറ്ററൽ മീനിങ് കാറ്റ് എന്നാണ്. പക്ഷേ ഈ സ്റ്റേറ്റ്മെൻറ്റിൽ അതിൻ്റെ അർത്ഥം ക്ലൈമറ്റ് എന്നാണ് വരിക. ഹവ ബദ്ലത്ത് ആഹേ, കാറ്റ് മാറുകയാണ് അല്ലെങ്കിൽ ക്ലൈമറ്റ് മാറുകയാണ്. ത്യാമുളെ അതുകൊണ്ട്, മുളെ എന്ന് പറഞ്ഞാൽ കൊണ്ട്, ത്യാമുളെ അതുകൊണ്ട്, അസാവ അതുകൊണ്ട് ആയിരിക്കും. ഓക്കെ, ഇനി ഡോക്ടർ മരുന്ന് എഴുതി. ഓക്കെ, പ്രിസ്ക്രിപ്ഷൻ എഴുതി. എന്നിട്ട് പറയാണ് മീ ഔഷധ് ലിഹൂൻ ദേത്തോ. മീ ഞാൻ, ഔഷധ് ഔഷധം മരുന്ന്, ലിഹൂൻ എഴുതിത്തരാം. ലിഹൂൻ ദേത്തോ എഴുതിത്തരാം. ലിഹ്ണെ എന്ന് പറഞ്ഞാൽ എഴുതുക എന്നാണ് അർത്ഥം അല്ലേ, നമ്മൾ പഠിച്ചതാണ് ആക്ഷൻ വേർഡ്സിൽ. ദേണേ എന്ന് പറഞ്ഞാൽ തരാം. അപ്പോൾ ലിഹൂൻ ദേത്തോ എഴുതി തരാം. ഒരു മെയിൽ ഡോക്ടറാണ് ദേത്തോ എന്ന് പറയുക, ഫീമെയിൽ ഡോക്ടറാണെങ്കിൽ ദേത്തേ എന്നാണ് പറയുക.
മീ ഔഷധ് ലിഹൂൺ ദേത്തോ, ഞാൻ ഔഷധം അല്ലെങ്കിൽ മരുന്ന് എഴുതിത്തരാം. എങ്ങനെ കഴിക്കണം? സക്കാൾ സന്ധ്യാക്കാൾ ജേവണാനന്തർ ഘ്യാ. സക്കാൾ രാവിലെ, സന്ധ്യാക്കാൾ രാത്രിയിൽ അല്ലെങ്കിൽ ഈവനിങ്ങിൽ, ജേവണാനന്തർ ജേവൺ ഭക്ഷണം, ഇതും നമ്മൾ നേരത്തെ പഠിച്ച വാക്കാണ്. നന്തർ ശേഷം, ഘ്യാ എടുക്കൂ, ഘേണെ എടുക്കുക. ഘ്യാ എന്ന് റെസ്പെക്റ്റോട് കൂടി പറയാണ്. ഘേ എന്ന് പറഞ്ഞാൽ എടുക്കുക എന്നാണ് അർത്ഥം. ഘ്യാ എന്ന് പറഞ്ഞാൽ എടുക്കുക അല്ലെങ്കിൽ കഴിക്കുക എന്നാണ് അർത്ഥം. സക്കാൾ സന്ധ്യാക്കാൾ ജേവണാനന്തർ ഘ്യാ. അപ്പോൾ ഞാൻ എഴുതുന്ന ഈ മരുന്ന് രാവിലെയും വൈകിട്ടും ഭക്ഷണത്തിന് ശേഷം എടുക്കൂ അല്ലെങ്കിൽ കഴിക്കൂ. ഇനി എന്ത് ചെയ്യാനാണ് പറയുന്നത് ഡോക്ടർ? ദിവസാത്തൂൻ 2-3 വാഫ് ഘ്യാ. പേഷ്യൻറ്റിന് സർദിയാണ്, ജലദോഷമാണ് അല്ലേ? അപ്പോൾ ഡോക്ടർ പറയാണ് ദിവസത്തിൽ 2-3 തവണ സ്റ്റീം എടുക്കൂ. ദിവസം, ദിവസാത്തൂൻ ദിവസത്തിൽ, 2 3 2-3 2-3 തവണ അല്ലെങ്കിൽ 2-3 പ്രാവശ്യം. വാഫ് സ്റ്റീം, ഘ്യാ എടുക്കൂ. ദിവസത്തിൽ 2-3 തവണ സ്റ്റീം എടുക്കൂ. ലവ്കർ ബറ വാൽ, ലവ്കർ പെട്ടെന്ന്, ബറ വാൽ സുഖപ്പെടും. ബറ എന്ന് പറഞ്ഞാൽ ഓക്കെ എന്നർത്ഥമാണ്, സുഖാവും എന്ന അർത്ഥത്തിലാണ് ഇവിടെ അത് യൂസ് ചെയ്യുന്നത്. ലവ്കർ ബറ വാൽ പെട്ടെന്ന് സുഖപ്പെടും. അപ്പോൾ പേഷ്യൻ്റ് ചോദിക്കുകയാണ് പഥ്യം എന്തെങ്കിലും ഉണ്ടോ എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും അവോയ്ഡ് ചെയ്യേണ്ട കാര്യങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും വേറെ പ്രത്യേകിച്ച് ഫോളോ ചെയ്യേണ്ടതായിട്ടുണ്ടോ? അതിനാണല്ലോ മലയാളത്തിലും പഥ്യം എന്ന് തന്നെയാണ് പറയുക, മറാഠിയിലും പഥ്യ എന്നാണ് പറയുക. പഥ്യ കായ്, കായ് എന്ന് പറഞ്ഞാൽ എന്ത്, പഥ്യ എന്താണ്? കായ് ഖായ്സ്, എന്താണ് കഴിക്കേണ്ടത്? കായ് എന്ത്, ഖായ്സ് കഴിക്കേണ്ടത്, എന്താണ് കഴിക്കേണ്ടത്? ഖാണെ കഴിക്കുക, ഖായ്സ് കഴിക്കേണ്ടത്, എന്താണ് കഴിക്കേണ്ടത്? അപ്പോൾ ഡോക്ടർ ഉത്തരം പറയാണ് പനിയല്ലേ പേഷ്യൻറ്റിന്. മഹാരാഷ്ട്രയിൽ പൊതുവെ ദാൽ ഭാത്ത് എന്ന് പറഞ്ഞാൽ വളരെ ലൈറ്റായിട്ടുള്ള ഒരു ഭക്ഷണമാണ്. ദാൽ ഭാത്ത് അല്ലെങ്കിൽ കിച്ചടി, ഇതൊക്കെയാണ് ലൈറ്റായിട്ട്. പിന്നെ അവരും കഞ്ഞിയൊക്കെ കുടിക്കും, അവരതിന് ഗഞ്ചി എന്നാണ് പറയുക. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം ഡോക്ടർ എന്താ പറഞ്ഞത്. ഡാൾ ഭാത്ത് ഖാവൂ ശക്ത. ഡാൾ ഭാത്ത് എന്ന് പറഞ്ഞാൽ പരിപ്പും ചോറും, ഡാൾ പരിപ്പ്, ഭാത്ത് ചോറ്, ഡാൾ ഭാത്ത് പരിപ്പും ചോറും, ഖാവൂ ശക്ത കഴിക്കാം. ഗഞ്ചി ഖിച്ചടി വഗേരെ ഘേവു ശക്ത. ഗഞ്ചി പറഞ്ഞാൽ നമ്മുടെ കഞ്ഞി, ഖിച്ചടി വഗേരെ എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷിലെ എക്സെട്ര എന്ന് പറയില്ലേ, അതിനാണ് വഗേരെ. ഘേവു ശക്ത എടുക്കാം, ഘേവു ശക്ത എടുക്കാം, ഘേണെ എടുക്കുക, ഘേവു ശക്ത എടുക്കാം എന്ന് പറഞ്ഞാൽ ഡോക്ടർ പേഷ്യൻറ്റിനോട് പറയാണ് ലൈറ്റായിട്ട് ഡാൾ ഭാത്ത് പരിപ്പും ചോറ്, കഞ്ഞി അല്ലെങ്കിൽ ഖിച്ചടി ഇങ്ങനത്തെ എന്തെങ്കിലും കഴിക്കാം. പിന്നെ പാണി ഉക്കുളൂൻ പ്യാ, പാണി വെള്ളം, ഉക്കുളൂൻ തിളപ്പിച്ച്, പ്യാ കുടിക്കൂ. പിണെ എന്ന് പറഞ്ഞാൽ കുടിക്കുക എന്നാണ് അർത്ഥം. ആക്ഷൻ വേർഡ്സിൻ്റെ വീഡിയോ ചെക്ക് ചെയ്യൂ. പി എന്ന് പറഞ്ഞാൽ കുടിക്ക് എന്നാണ് അർത്ഥം. ഇവിടെ പ്യാ എന്ന് പറഞ്ഞാൽ കുടിക്കൂ എന്നാണ് അർത്ഥം. ഓക്കെ, പാണി ഉക്കളൂൻ പ്യാ, വെള്ളം തിളപ്പിച്ച് കുടിക്കൂ. പിന്നെ എന്ത് വേണം? പനിയല്ലേ, ആരാം കര, ആരാം കര റെസ്റ്റ് എടുക്കൂ എന്നാണ് അർത്ഥം. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഡോക്ടർ പേഷ്യൻറ്റിനോട് പറഞ്ഞു. പേഷ്യൻറ്റിനെല്ലാം മനസ്സിലായി. ഇനി പേഷ്യൻറ്റ് പറയാണ് ഠീക്ക് ആഹേ. ഠീക്ക് ആഹേ എന്ന് പറഞ്ഞാൽ ശരിയാണ്, ഓക്കെ എന്നാണ് അർത്ഥം. പുനഃ, പുനഃ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ പഠിച്ചതല്ലേ ഇപ്പം തന്നെ. വീണ്ടും. ദാഖ്വായില കാണിക്കാൻ, ദാഖൗണെ കാണിക്കുക, ദാഖ്വായില കാണിക്കാൻ. യേവു കാ വരണമോ, ഏണെ വരിക, യേവു കാ വരണമോ. ഈ കാ എന്ന വാക്ക് ക്വസ്റ്റ്യൻ ചോദിക്കാൻ നേരത്തെ ഉപയോഗിക്കുന്ന വാക്കാണ്. അപ്പോൾ പുനഃ ദാഖ്വായില യേവു കാ, വീണ്ടും കാണിക്കാൻ വരണമോ എന്നാണ് ചോദിച്ചത്. അപ്പോൾ ഡോക്ടർ എന്താ പറഞ്ഞത്? താപ് ഉത്തർല തർ ഗരജ് നാഹി. താപ് പനി, ഉത്തർനെ ഇറങ്ങുക എന്നാണ് അർത്ഥം. ലിറ്ററൽ മീനിങ് ഇറങ്ങുക എന്നാണ്. ഈ സെൻറ്റൻസിൽ ഉത്തർല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറയുക എന്നാണ് അർത്ഥം വയ്ക്കുന്നത്. ഓക്കെ, ഇവിടെ തർ എന്ന വാക്ക് ഈ ആണെങ്കിൽ, ഇല്ലെങ്കിൽ എന്നൊക്കെ സൂചിപ്പിക്കാൻ, എങ്കിൽ എന്ന് സൂചിപ്പിക്കാനാണ് തർ എന്ന വാക്ക് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇവിടെ തർ എന്നത് ഉത്തർല എന്നതിൻ്റെ കൂടെ ഉപയോഗിക്കുന്നതാണ്. ഉത്തർല തർ എന്ന് പറഞ്ഞാൽ കുറയുകയാണെങ്കിൽ. ഗരസ് നാഹി, ഗരസ് നീഡ് ആവശ്യം, നാഹി ഇല്ല. പനി കുറയുകയാണെങ്കിൽ
തിരിച്ചു വരേണ്ട ആവശ്യമില്ല. ബറ നാഹി വാട്ട്ലെ തറിയ, സുഖപ്പെട്ടില്ലെങ്കിൽ വരൂ. ബറ സുഖം അല്ലെങ്കിൽ ഓക്കെ, നാഹി ഇല്ല, വാട്ട്ലെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തോന്നുക, സുഖം തോന്നിയില്ലെങ്കിൽ. വീണ്ടും തർ എങ്കിൽ എന്ന്, തോന്നിയില്ലെങ്കിൽ എന്നതിനാണ് വാട്ട്ലെ തർ എന്ന് പറയുന്നത്. ഓക്കെ, വീണ്ടും വരൂ. യാ ബറ നാഹി വാട്ട്ലെ തറിയ, സുഖപ്പെട്ടില്ലെങ്കിൽ വരൂ. പേഷ്യൻ്റ് പറയാണ് ചാലേൽ. ചാലേൽ എന്ന് പറഞ്ഞാൽ അങ്ങനെ ആവട്ടെ, ഡോക്ടർ പറഞ്ഞ കാര്യം ഓക്കെ അങ്ങനെ ആവട്ടെ. ധന്യവാദ്, നന്ദി, താങ്ക് യു. ഫീസ് കിത്തി ജാലെ, ഫീസ് എത്രയായി? കിത്തി എത്ര, ജാലെ ആയി. ഫീസ് കിത്തി ജാലെ, ഫീസ് എത്രയായി? അപ്പോൾ ഡോക്ടർ ഉത്തരം പറയാണ് 300 റുപ്പയെ. 3 ഷേ 100. ഷേ എന്ന് പറഞ്ഞാൽ 100 എന്നാണ് അർത്ഥം. 300 300 റുപ്പയെ റുപ്പീസ് അല്ലെങ്കിൽ രൂപ, 300 രൂപ. അപ്പോൾ ഈ പേഷ്യൻ്റ് പനിയും ജലദോഷമായിട്ടാണ് ഡോക്ടറെ കാണാൻ വന്നത്. പനി എന്നതിന് എന്താ പറയുക? താപ്പ്. ജലദോഷം സർദി, അത് നമ്മൾ വീഡിയോയിൽ കണ്ടതാണ് ആ 2 വാക്കുകൾ. ഇത് കൂടാണ്ട് കോമൺ ആയിട്ട് നമുക്ക് ഒരു ക്ലിനിക്കിൽ ഡോക്ടറെ കാണാൻ പോകേണ്ട ആവശ്യം വരുന്ന അസുഖങ്ങൾ ഏതൊക്കെയായിരിക്കാം? ഹെഡേക്ക്, തലവേദന. ഡോക്കെ ദുഃഖി എന്നാണ് പറയുക. തല ഡോക്കെ, ദുഃഖി വേദന, പെയിൻ. ഡോക്കെ ദുഃഖി തലവേദന. അതുപോലെ ബോഡി ഏക്ക്, മേലുവേദന. അങ്ക് ദുഃഖി എന്നാണ് പറയുക. അങ്ക് എന്ന് പറഞ്ഞാൽ ശരീരം അല്ലെങ്കിൽ ബോഡി. ദുഃഖി വേദന, അങ്ക് ദുഃഖി, ബോഡി ഏക്ക്, മേലുവേദന. പിന്നെ സ്റ്റമക്ക് ഏക്ക്, വയറുവേദന. പോട്ട് എന്നാണ് വയറിന് പറയുക. അപ്പോൾ പോട്ട് ദുഃഖി, വയറ് വേദന. പിന്നെ കോഫ് അല്ലെങ്കിൽ ചുമ, അതിന് ഖോക്കിള എന്നാണ് പറയുക. അപ്പോൾ നമ്മൾ ആദ്യത്തെ സ്ലൈഡിൽ കണ്ടില്ലേ, ഖോക്കത്ത് ആഹേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചുമയ്ക്കുകയാണ് എന്നർത്ഥം. അപ്പോൾ ചുമ എന്നതിന് ഖോക്കിള എന്നാണ് പറയുക. ഇന്നത്തെ വീഡിയോയിൽ ഇത്ര മാത്രം. ഇതുപോലെ ഇനിയും നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ കമൻറ്റിലൂടെ എന്നെ അറിയിക്കണം. അത് ആ വീഡിയോസ് ഞാൻ ചെയ്യാൻ ശ്രമിക്കാം. എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും അവ ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. Until we see next time, happy living guys.